അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-2 വചനഭാഗത്തിന്റെ അതിൽ ആരാധനയും ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടണം. ആരാധിക്കുന്നവൻ ആരാധ്യന്റെ സ്വഭാവവും ഇഷ്ടവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വേണം ആരാധിക്കേണ്ടത്. അതിന് കർത്താവ് നമ്മോട് പറയുന്നത്, അത് റോമാലേഖനം എഴുതിയത് പൗലോസാണ്. പൗലോസ് റോമാസഭയിൽ പറയുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയാൻ ഇടവന്നത്, ഒന്ന്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇവിടെ ലോകം എന്നത് ഗ്രീക്കിൽ ഏയോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് യുഗം എന്ന അർത്ഥമാണുള്ളത്. കാരണം ദൈവത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തിന് അനുരൂപരാകരുത്. നമ്മൾ ലോകത്തിന് അനുരൂപരാകാതെ പ്രത്യുത നമ്മുടെ മനസ്സിന്റെ നവീകരണം വഴി ഇവിടെ ദൈവത്തെ പുറന്തള്ളുകയും ആത്മീയ മൂല്യങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന യുഗം അല്ലെങ്കിൽ കാലഘട്ടം, ഇതുമായി ദൈവത്തെക്കാൾ താതാത്മ്യം പ്രാപിക്കാൻ പാടില്ല. കൂടുതലായിട്ട് നമ്മൾ ഈ ലോകത്തിന്റെ കാര്യത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. കാരണം യേശു കർത്താവ് മറുരൂപമലയിൽ വെച്ച് ഒരു രൂപാന്തരപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ രൂപാന്തരപ്പെടുമ്പോൾ യേശുവിനെ കാണുമ്പോൾ വെണ്മയേറിയ അല്ലെങ്കിൽ ഏതൊരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുന്നതിനേക്കാൾ അധികമായ വെണ്മയായിരുന്നു യേശുവിന്. ഇത് കണ്ട് പത്രോസൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവഹിതത്തെ തിരിച്ചറിയുന്നത്, ദൈവഹിതം എന്താണെന്ന് അറിയാനുള്ള അപ്പോസ്തലനായ പത്രോസിനും കൂട്ടുകാർക്കെല്ലാം ദൈവഹിതത്തെ തിരിച്ചറിയാൻ അപ്പോഴാണ് ഇടയായത് യേശു ആരാണെന്ന്. കാരണം യേശു ലോകത്തിന് അനുരൂപമാകാതെ പ്രത്യുത സ്വർഗത്തിന് അനുരൂപനായി എങ്ങനെയാണ് ദൈവം ആയിരിക്കുന്നത്, ആ ദൈവത്തിന്റെ സ്വഭാവമാണ് യേശുവിൽ വെളിപ്പെട്ടത്. യേശു കർത്താവ് നമ്മോടും പറയുകയാണ്, ദൈവരൂപത്തിലായിരുന്നിട്ടും അവൻ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാനതമൊന്നും കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് നമ്മുടെ പാദങ്ങൾ കഴുകി, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അതിന്റെ അർത്ഥം എന്താ? അവൻ അത്രത്തോളം താഴ്ന്നു. എങ്ങനെ? ക്രൂശ് മരണത്തോളം താഴ്ന്നു. അവൻ ഒരിക്കലും ലോകത്തിൽ അനുരൂപപ്പെട്ടില്ല. എന്തുകൊണ്ട്? ലോകത്തിലുള്ള സകല പാപങ്ങളും അവൻ വഹിച്ചു. പാപത്തെ വഹിച്ചവനവൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം നിന്റെ പാപശരീരം മുഴുവൻ വഹിച്ച ഒരു യേശു നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് പാപസ്വഭാവത്തെ മുഴുവൻ എന്തു ചെയ്യണം? മറന്നു കളയണമെന്നാ കർത്താവ് പറഞ്ഞത്. എന്തിനാ? മനസ്സ് പുതുക്കണം. എന്തിനാ മനസ്സ് പുതുക്കുന്നത്? ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുന്നു എന്നതിൻ്റെ ആദ്യ ഫലമാണ് മനസ്സ് പുതുക്കുക എന്നത്. ഫലം കായ്ക്കുന്ന ദൈവഹിതത്തിന്റെ പ്രത്യേകതകൾ: 1, നന്മയുള്ളതാണ്; 2, പ്രസാദമുള്ളതാണ്; 3, പൂർണ്ണതയുള്ളതാണ്. 1 നന്മ, പ്രസാദം, പൂർണ്ണത. ഇത് എന്തിനാണ്? മനസ്സ് പുതുക്കി തിരിച്ചറിയാനുള്ള ഒരു വഴിയാകും. കാരണം നമ്മൾ നന്മയുള്ളവരാകും. 2, ദൈവപ്രസാദത്തെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവപ്രസാദം, ദൈവം പ്രസാദിക്കുന്നു എൻ്റെ പ്രാർത്ഥനയിൽ. പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വിടുതലുണ്ടാകും. പ്രാർത്ഥിക്കുമ്പോൾ ഭാരങ്ങൾ അഴിഞ്ഞു പോകും. പ്രാർത്ഥിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടിപ്പോകും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി കടന്നു വരും. അതുകൊണ്ടല്ലേ
പത്രോസൊക്കെ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഈ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ ക്യാൻസറിന്റെ ചില ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോകുന്നത്, ട്യൂമറിന്റെ ചില കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്ത ചില മനുഷ്യന്റെ കണ്ണുകളെയൊക്കെ കർത്താവ് തുറന്നു കൊടുക്കുന്നത്, ട്യൂമർ മുഴകളൊക്കെ അപ്രത്യക്ഷമായി പോകുന്നത്, ഇതൊക്കെ ദൈവഹിതത്തെ തിരിച്ചറിയുന്ന ദൈവമക്കളുടെ മേൽ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ. ഇതൊക്കെ ഇങ്ങനെ നമ്മളിൽ ദൈവം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്നേ. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, എന്റെ നാമത്തിൽ കൂടിയോ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ദൈവപ്രസാദവും പൂർണ്ണതയും. കാരണം പൂർണ്ണതയിലേക്കാ കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. അപൂർണതയിലുള്ള സകല ബന്ധനങ്ങളുമാണ് മനസ്സ് പുതുക്കുന്നതിലൂടെ നമുക്ക് പുതിയ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, വലിയ മാറ്റം ഉണ്ടാകുന്നത്, വലിയ ദൈവപ്രവൃത്തി നമ്മളിൽ കടന്നു വരാൻ ദൈവം ഇടയാക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയൊന്ന് പ്രാർത്ഥിക്കാം. മനസ്സ് പുതുക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം. കാരണം ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു എന്നല്ല, ഇന്ന് ഞാൻ കർത്താവിന്റെ കൂടെ എങ്ങനെ ആയിരിക്കുന്നു എന്ന കർത്താവ് നോക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മളെ വെട്ടിയൊരുക്കി അവന്റെ കൃപയിലേക്ക് അടുക്കാൻ കർത്താവെ ശക്തി തരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.